ഈ വീഡിയോ നിങ്ങൾ ഫുള്ള് കാണണം. ഓരോ ഫാമിലിയോടും ഓരോ പെൺകുട്ടിയോടും എനിക്ക് പറയാനുള്ള ഒരു കാര്യമാണ്. ശ്വാസം മുട്ടുന്നതാണ്, എനിക്ക് കഴിയുന്നില്ല, ആരെപ്പോഴും നിൽക്കൂലാണ്. കണ്ണൂർ പൊയ്ത്തുംകടവിലെ ഫാത്തിമത്തുൽ ഹിസ എന്ന 20 വയസ്സുകാരി വിവാഹം കഴിഞ്ഞ് തൂങ്ങി മരിക്കുന്നത് ഭർത്താവിന്റെ പീഡനം, ഭർത്താവിന്റെ ലഹരി ഉപയോഗം എതിർത്തതിലുള്ള കാരണവുമാണ് വീട്ടുകാർ പറയുന്നത്. മിസ്ബിഹേവ്നെസ് അവിടുന്ന് തോന്നിക്കഴിഞ്ഞാൽ ഭർത്താവിന് കാണപ്പെട്ട ദൈവമാണെങ്കിൽ ശരി, കാണാത്ത ദൈവമാണെങ്കിൽ ശരി, എന്താ പറയാ, നമ്മള് ഓൺ സ്പോട്ടിൽ രക്ഷപ്പെട്ടോ അറ്റ്ലീസ്റ്റ് തടിയെങ്കിലും ഉപദ്രവിക്കപ്പെടാതെ നമുക്ക് കഴിച്ചിലാവാൻ പറ്റും. എൻ്റെ ഒരു പേഴ്സണൽ അനുഭവം പറയുകയാണെന്നുണ്ടെങ്കിൽ, ഞാൻ ഒരുപാട് പട്ടിണി എടുക്കുകയും ഞാൻ ഒരുപാട് അനുഭവിക്കുകയും ചെയ്തിട്ടുണ്ട്. ഞാൻ എൻ്റെ കുഞ്ഞിനെയും കൊണ്ട് എങ്ങനെയോ എസ്കേപ്പ് ആയതാണ്. അതുകൊണ്ട് പറയാണ്, അത്രയും സഹിക്കാനൊന്നും നിങ്ങൾ ആരും നിൽക്കേണ്ടതില്ല. എൻ്റെ കുഞ്ഞിനും ഭക്ഷണം കൊടുക്കാതെ പട്ടിണി കിടത്താനുള്ള എല്ലാ ഉദ്ദേശവും അവർക്ക് ഉണ്ട് എന്നുള്ളത് അനുഭവിച്ചതിന് ശേഷമാണ് ഞാൻ എൻ്റെ കുഞ്ഞിനെയായിട്ട് എസ്കേപ്പ് ചെയ്തത്. ഞാനിപ്പോൾ ചിരിച്ചുകൊണ്ട് പറയുന്നത്, പക്ഷേ 12 വർഷം എടുത്തു ഞാനിത് പബ്ലിക്കിൽ പറയാൻ വേണ്ടിയിട്ട്. മാന്യമായിട്ട് പുറത്തുള്ളവരോട് അവർ ബിഹേവ് ചെയ്യുന്നത് കൊണ്ട് ഉള്ളിൽ എന്താണ് നടക്കുന്നത് അല്ലെങ്കിൽ അവരെക്കുറിച്ച് ഞാനിത് പുറത്ത് പറഞ്ഞാൽ പോലും ആരും വിശ്വസിക്കില്ലായിരുന്നു. ഞാൻ പോലും 12 വർഷം എടുത്തു പബ്ലിക്കിന് മുന്നിൽ ഞാനും എൻ്റെ കുഞ്ഞും ഇതൊക്കെ അനുഭവിച്ചിട്ടുണ്ട് എന്ന് പറയാൻ വേണ്ടിയിട്ട്. കല്യാണം കഴിക്കാത്തവർ ഇതൊക്കെ ഒന്ന് നോക്കി വെച്ചോ. ഇതൊക്കെ കണ്ട് മനസ്സിലാക്കി വെച്ചിട്ട് അവനവൻ്റെ തടീനെയും അവനവൻ്റെ മനസ്സിനെയും സംരക്ഷിക്കാമെന്ന് 100% ഉറപ്പുണ്ടെങ്കിൽ മാത്രം കല്യാണം കഴിച്ചാൽ മതി. വിധപ്പെട്ട പെണ്ണുങ്ങളൊക്കെ ഒരു വിധത്തിൽ അല്ലെങ്കിൽ മറ്റൊരു വിധത്തിൽ ഭർത്താവിൻ്റെ വീട്ടിൽ നിന്ന് പീഡനങ്ങൾ അനുഭവിക്കുന്നതാണെന്നുള്ളത് 100% ഉറപ്പാണ്. ഇതിലൊരു 10% ആൺകുട്ടികൾ മാത്രമാണ് ഒരു പെണ്ണിൻ്റെ ഭാഗത്തു നിന്ന് ചിന്തിക്കുകയും അവരുടെ ഭാഗത്തുള്ള ശരികൾ മനസ്സിലാക്കുകയും ചെയ്യുന്നത്. ബാക്കി 90% ആണുങ്ങളും സ്വന്തം വീട്ടുകാരുടെ കൂടെ നിന്ന് ഭാര്യമാരെ ദ്രോഹിക്കുന്നവർ തന്നെയാണ്. എന്നെ ഏറിൽ വിട്ടിട്ട് ഒരു കാര്യമില്ല. പക്ഷെ 10% ആൺപിള്ളേർ ഉണ്ട്. ആ 10%-ൽ പെടാത്തവർ ഇതിൽ വന്ന് നെഗറ്റീവ് കമൻ്റ് ഇടും. 10%-ൽ പെടുന്ന ആണുങ്ങൾ അവർക്ക് പറയുന്നതൊക്കെ മനസ്സിലാവുകയും ചെയ്യും. ഓക്കെ അമ്മ, ദീദിയാമ്മ.